നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അന്വേഷണ സംഘം. ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നു എന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാൻ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായത് അർദ്ധരാത്രിയോടെയാണ്. ഉളിയത്തടുക്കിൽ സംസ്ഥാന സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടി SDPI തടഞ്ഞു. ഉളിയത്തടുക്ക ടൗണിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫ്ളാഷ് മോബാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തടസ്സപ്പെടുത്തിയത്. വെള്ളിയാഴ്ച ജുമാ സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് സ്ത്രീകളെ കയ്യേറ്റം ചെയ്തത്. കൂടാതെ സ്ത്രീകൾക്ക് നേരെ തെറിവിളിയും അശ്ലീല പദപ്രയോഗങ്ങളും നടത്തി. പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSEBയിൽ വർക്കർ മസ്ദൂർ നിയമനത്തിന് ഇനി 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. സ്ത്രീകൾക്കും അപേക്ഷിക്കാം. ചരിത്രത്തിൽ ആദ്യമായാണ് സ്ത്രീകളെ ഈ ജോലിക്ക് അംഗീകരിക്കുന്നത്. സ്ത്രീകളുടെ മിനിമം ഉയരം 144.7 സെന്റിമീറ്റർ ആയിരിക്കണം. ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം ഉണ്ടായിരിക്കും. എന്നാൽ പുറം ജോലികൾ ചെയ്യാനുള്ള ശാരീരിക ശേഷി വേണം. ഇലക്ട്രിക്കൽ വയർമെൻ ട്രേഡിൽ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും വേണം. ഇതുവരെ 7ാം ക്ലാസും സൈക്കിൾ ചവിട്ടാനുള്ള കഴിവുമായിരുന്നു യോഗ്യത. 10ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാനാവുമായിരുന്നില്ല. കേന്ദ്ര വൈദ്യുതി അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് യോഗ്യതയിൽ മാറ്റം വരുത്തിയത്. പുതുക്കിയ യോഗ്യതയിൽ സൈക്കിൾ സവാരിയില്ല. വർക്കർ റിക്രൂട്ട്മെന്റിനുള്ള തടസ്സം ഇതോടെ നീങ്ങി. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാണ് ശക്തമായ മഴയ്ക്ക് കാരണം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ 24ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുൻ MLA PV അൻവറിന്റെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് പൂർത്തിയായി. ഇന്നലെ രാവിലെ 6 മണിയോടെ തുടങ്ങിയ പരിശോധന രാത്രി 9:30യോടെയാണ് ED അവസാനിപ്പിച്ചത്. കേരള ഫൈനാൻസ് കോർപ്പറേഷന്റെ മലപ്പുറത്തെ ബ്രാഞ്ചിൽ നിന്ന് ഒരേ ഈട് വെച്ച് 2 വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ED റെയ്ഡ്. ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി 12 കോടിയോളം കടമെടുത്ത് നഷ്ടം വരുത്തി എന്ന വിജിലൻസ് കേസിൽ അൻവർ 4ാം പ്രതിയാണ്. ഇതേ കേസിലാണ് ED നടപടിയും. അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലും PV അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. അൻവറിൽ നിന്ന് വിശദവിവരങ്ങൾ തേടിയ ED ചില രേഖകളും പകർപ്പുകളും കൊണ്ടുപോയി എന്നാണ് പ്രാഥമിക വിവരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സൗകര്യം ഭക്തജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുന്ന തരത്തിൽ അടിമുടി പരിഷ്കരിക്കണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി. ദർശനത്തിനെത്തുന്ന എല്ലാവരും മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന ദുരിതം ഒഴിവാക്കാൻ സ്പോട്ട് ബുക്കിംഗ് പരിഗണിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ABC തുടങ്ങി 300 മുതൽ 500 പേരുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് ഏകദേശ ദർശന സമയം അറിയിക്കണം. എല്ലാവർക്കും കുടിവെള്ളം, ഇരിപ്പിടം, ലഘുഭക്ഷണം, വിശ്രമ സ്ഥലം ഉറപ്പാക്കണം. സ്പോട്ട് ബുക്കിംഗിന് ആധാർ, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. ജീവനക്കാരുടെ മോശം പെരുമാറ്റം തടയണമെന്നും ഇവർക്ക് പതിവായി പരിശീലനം നൽകണമെന്നും ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിൽ വെർച്വൽ തട്ടിപ്പിലൂടെ വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായത് 1.40 കോടി രൂപ. മുല്ലപ്പള്ളി സ്വദേശികളായ കിഴക്കേൽ വീട്ടിൽ ഷേർലി ഡേവിഡ്, ഭർത്താവ് ഡേവിഡ് P. മാത്യു എന്നിവരാണ് വെർച്വൽ തട്ടിപ്പിന് ഇരയായത്. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വരികയും വെർച്വൽ അറസ്റ്റിലാണെന്ന് ദമ്പതികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പല തവണകളായി പണം തട്ടുകയായിരുന്നു. പണം നഷ്ടപ്പെട്ട ദമ്പതികളും കുടുംബവും അബുദാബിയിൽ താമസക്കാരാണ്. കഴിഞ്ഞ 8ാം തീയതിയാണ് ഇവർ നാട്ടിൽ വന്നത്. സംഭവത്തിൽ കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. അമൂല്യലോഹമായ ഇറീഡിയം നാസയിൽ നിന്ന് വാങ്ങി നൽകാമെന്നും ഇത് വിറ്റ് വൻതോതിൽ പണമുണ്ടാക്കാമെന്നും വാഗ്ദാനം ചെയ്ത് 75 ലക്ഷം രൂപ ഹരിപ്പാട്ട് സ്വദേശിയിൽ നിന്ന് തട്ടി. അൾട്രാ സ്പേസ് എക്സ് എന്ന പേരിലുള്ള ഏജൻസി വഴി ഇറീഡിയം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ഹരിപ്പാട്ടുകാരനിൽ നിന്ന് പണം വാങ്ങിയത്. ഇദ്ദേഹം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഹരിപ്പാട് ഇൻസ്പെക്ടർ അന്വേഷണം തുടങ്ങി. ഇറീഡിയം ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പരിചയക്കാരനായ നാട്ടുകാരനാണ് ഹരിപ്പാട് സ്വദേശിയെ ആദ്യം സമീപിച്ചത്. ആദ്യം പഠിച്ചെങ്കിലും നിരന്തര സമ്മർദ്ദം വന്നതോടെ സമ്മതിച്ചു. വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനായി ഇയാൾ ഇതേ ബിസിനസ് ചെയ്യുന്നവരെന്ന് പറഞ്ഞ് കൊല്ലത്തെ പെട്രോൾ പമ്പ് ഉടമ, തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്വദേശിനി എന്നിവരെ പരിചയപ്പെടുത്തി. വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സ്യാലിന്റെ ഓർമ്മയിൽ സ്വദേശമായ ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ
പട്ടിയാലക്കാട്ട് ഗ്രാമം. നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി നമാംശ് സ്യാൽ വിട പറയുമ്പോൾ ധീരനായ മകനെ ഓർത്ത് അഭിമാനിക്കുകയാണ് അവർ. അച്ചടക്കത്തിന്റെയും മികച്ച സേവനത്തിന്റെയും പര്യായമായിരുന്നു നമാംശ് സ്യാൽ അവസാന നിമിഷം വരെയും തന്റെ കർത്തവ്യങ്ങളിൽ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ നിറവേറ്റിയെന്നും പ്രിയപ്പെട്ടവർ അനുസ്മരിച്ചു. ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണാണ് വിംഗ് കമാൻഡർ നമാംശ് സ്യാൽ വീരമൃത്യു വരിച്ചത്. മാവ് പൊടിക്കുന്ന യന്ത്രം ബോംബ് നിർമ്മാണത്തിനായി ഡോക്ടർ മുസമ്മൽ ഉപയോഗിച്ചതായി ചോദ്യം ചെയ്യലിൽ NIA കണ്ടെത്തി. ഹരിയാനയിലെ ഫരീദാബാദിൽ അൽ ഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഡോക്ടർ മുസമ്മൽ വാടകയ്ക്കെടുത്ത 15-ാം നമ്പർ മുറിയിൽ ഈ മാവ് പൊടിക്കുന്ന യന്ത്രം ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള ഒരു ടാക്സി ഡ്രൈവറുടെ വീട്ടിൽ നിന്നുമാണ് ഈ ഗ്രൈൻഡർ NIA കണ്ടെടുത്തത്. ഇവിടെ നിന്നും സ്പാർക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില ഇലക്ട്രിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഭാരതം സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച PSLV റോക്കറ്റിന്റെ വിക്ഷേപണം 2026 തുടക്കത്തിൽ നടത്താനൊരുങ്ങുന്നു. അടുത്ത വർഷം കുറഞ്ഞത് 2 വിക്ഷേപണങ്ങളെങ്കിലും നടത്തിയേക്കും. PSLVയുടെ ഹാർഡ്വെയർ വിതരണം ആരംഭിച്ചു. ഇസ്രോയുടെ കലണ്ടർ പ്രകാരം സ്ലോട്ടുകൾ തയ്യാറാക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് സ്വകാര്യ PSLV ലോഞ്ചറുകൾ നിർമ്മിക്കുന്ന കൺസോർഷ്യത്തിന്റെ ഭാഗമായ L&T പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസിന്റെ സീനിയർ വൈസ് പ്രസിഡന്റും മേധാവിയുമായ AT രാംചന്ദാനി പറഞ്ഞു. 2025 ആദ്യ പാദത്തിലായിരുന്നു ദൗത്യം നിശ്ചയിച്ചിരുന്നത്. നവംബർ 19 5 വിദേശികളെ പുറത്താക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം വടക്കൻ മധ്യ ആസാമിലെ സോണിത് ജില്ലാ ഭരണകൂടം അവരെ അന്വേഷിക്കുന്നുണ്ടെന്ന് വ്യാഴാഴ്ച, അതായത് നവംബർ 20 ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഒളിച്ചോടിയവരെ ഒരു ട്രൈബ്യൂണൽ നേരത്തെ വിദേശികളായി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം 1950 കുടിയേറ്റ ആസാമിൽ നിന്ന് പുറത്താക്കൽ നിയമപ്രകാരം ഇന്ത്യയിൽ നിന്ന് സ്വയം പിന്മാറാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1950 കുടിയേറ്റ ആസാമിൽ നിന്ന് പുറത്താക്കൽ നിയമപ്രകാരം ഇന്ത്യക്ക് പുറത്തുനിന്ന് ആസാമിലേക്ക് വന്ന ചില കുടിയേറ്റക്കാരുടെ സാന്നിധ്യം ദോഷകരമാണെന്ന് കരുതുന്ന പക്ഷം അവരെ നീക്കം ചെയ്യാനോ പുറത്താക്കാനോ സർക്കാരിനെ അനുവദിക്കുന്നു. ചെങ്കോട്ട ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് തങ്ങളുടെ ന്യൂനപക്ഷ പദവി വ്യാപകമായി അന്യായമായി ചൂഷണം ചെയ്തതായി തെളിഞ്ഞു. വിവരങ്ങൾ അനുസരിച്ച് അൽ ഫലാഹ് UGCയുടെ 12B പദവി ഇല്ല. ഇത് കേന്ദ്ര ഗ്രാന്റുകൾക്ക് യോഗ്യത നൽകുന്നു. എന്നിരുന്നാലും സർക്കാർ പദ്ധതികളുടെ പൂർണ്ണ പ്രയോജനം അവർ നേടിയിട്ടുണ്ട്. 2016 കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൽ നിന്ന് 10 കോടി രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ചു. 2015 2600 വിദ്യാർത്ഥികൾക്കായി 6 കോടി രൂപ ലഭിച്ചു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകൾക്കായി 2015 ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് 1.10 കോടി രൂപ ലഭിച്ചു. ഹിന്ദുക്കളില്ലെങ്കിൽ ലോകം ഇല്ലാതാകുമെന്ന് ലോകത്തെ നിലനിർത്തുന്നതിൽ ഹിന്ദു സമൂഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും RSS മേധാവി മോഹൻ ഭഗവത് ഊന്നി പറഞ്ഞു. മണിപ്പൂർ സന്ദർശന വേളയിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുനാൻ, ഗ്രീസ്, മിസ്ർ, ഈജിപ്ത്, റോം തുടങ്ങിയ സാമ്രാജ്യങ്ങളെ ഇന്ത്യ അതിജീവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഭഗവത് ഹിന്ദു സമൂഹം അമർത്യമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഫ്ളാറ്റിലെ വളർത്തുനായയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ സമുച്ചയത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് ഇലക്ട്രീഷ്യൻ മരിച്ചതിൽ നായയുടെ ഉടമസ്ഥനെതിരെ കേസെടുത്തു. പൂനെയിലെ മംഗൾവാർപേട്ട് സ്വദേശി രമേശ് ഗായ്വാഡാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. നായയുടെ ഉടമസ്ഥനായ സിദ്ധാർത്ഥ് കാംബ്ലെക്കെതിരെയാണ് കേസെടുത്തത്. രമേശിന്റെ ഭാര്യയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ലൈസൻസ് ഇല്ലാതെയാണ് ഉടമസ്ഥനായ കാംബ്ലെ നായയെ വളർത്തിയിരുന്നത്. വളർത്തുമൃഗങ്ങളെ ഫ്ളാറ്റിൽ പരിപാലിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലും കാംബ്ലെ എടുത്തിരുന്നില്ലെന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ഗോറെ പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റിയുടെ നിയുക്ത മേയർ സൊഹ്നാൻ മംദാനിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. മംദാനി ന്യൂയോർക്കിന്റെ വളരെ നല്ല ഒരു മേയർ ആയിരിക്കുമെന്ന് പ്രതീക്ഷയെന്ന് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. മംദാനി മേയർ ആയിരിക്കുമ്പോൾ ന്യൂയോർക്കിൽ താമസിക്കാൻ സന്തോഷമെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂയോർക്ക് നഗരം നേടുന്ന പ്രശ്നങ്ങളിൽ ട്രംപുമായി സഹകരിക്കുമെന്ന് മംദാനിയും പ്രതികരിച്ചു. വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന പക്ഷം ഭരണമാറ്റത്തിനുള്ള പ്രചാരണം നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാന്റെ അന്ത്യശാസനം. 2021 ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ ഏറ്റവും രൂക്ഷമായ സംഘർഷത്തെ തുടർന്ന് തുർക്കിയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും വ്യവസ്ഥകളിൽ ധാരണയാകാത്തതിനെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടിയ നിലയിലാണ്. ആശങ്കകൾ പരിഹരിക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നു എന്നതാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്ന് പാകിസ്ഥാന്റെ ആരോപണം. നൈജീരിയയിലെ കത്തോലിക്ക സ്കൂളിൽ നിന്നും 215 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയി. നൈജർ സംസ്ഥാനത്തെ പാപ്പരിയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് സ്കൂളിലാണ് സംഭവം. ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഭീകര സംഘടനകളാണോ അതോ പ്രാദേശിക ക്രിമിനൽ ഗ്രൂപ്പുകളാണോ എന്ന് വ്യക്തമല്ല. ബംഗ്ലാദേശിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെടുകയും
100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ പ്രാദേശിക സമയം രാവിലെ 10:38 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ധാക്കയിലെ അഗർഗാവ് പ്രദേശത്തെ ഭൂകമ്പ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നർസിംഗ്ലയിലാണ് ഭൂകമ്പം ഉണ്ടായത്. US സെക്കൻഡ് ലേഡി ഉഷ വാൻസ് പ്രാഥമിക വനിത മെലാനി ട്രംപിനൊപ്പം വിവാഹമോചനമില്ലാതെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ഓൺലൈൻ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കി. ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. നിരവധി ചിത്രങ്ങളിൽ വാൻസിന്റെ ഇടത് കൈയിൽ മോതിരമില്ലാതെ കാണിച്ചിരുന്നു. ഇത് ഓൺലൈനിൽ വ്യാപകമായ വിമർശനത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.